നമസ്കാരം. കേജിനെ പവർഡ് ബൈ സദ്ഗമയ ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദികമായ സ്വാഗതം. ഞാൻ അഞ്ജു ശ്രീധരൻ, കാലിഫോർണിയയിൽ നിന്നും. വ്രതശുദ്ധികളുടെ നിറവിൽ മറ്റൊരു വൃശ്ചിക മാസത്തിന് കൂടി തുടക്കമാകുന്നു. മനസ്സും ശരീരവും അയ്യപ്പനിൽ അർപ്പിച്ച് മല കയറുന്ന പുണ്യമാസം. മലനാട് കാക്കുന്ന ദൈവം, മലയാളം കാക്കുന്ന ദൈവം, മാനവും ഭൂമിയും കാക്കുന്ന ദൈവം, മണികണ്ഠനാണെന്റെ ദൈവം. മലനാട് കാക്കുന്ന ദൈവം, മലയാളം കാക്കുന്ന ദൈവം, മാനവും ഭൂമിയും കാക്കുന്ന ദൈവം, മണികണ്ഠനാണെന്റെ ദൈവം. ഇവിടെ അമേരിക്കയിൽ മണ്ഡലകാലത്തെ വരവേൽക്കുവാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നു വരുന്നത്. വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ഭജനകളും സത്സംഗങ്ങളും ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. വ്രതശുദ്ധികളുടെ പുണ്യവുമായി വീണ്ടും ഒരു മണ്ഡലകാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ വിവിധ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായി മണ്ഡലമാസം ആഘോഷിക്കുന്നു. ഷിക്കാഗോയിലെ പ്ലെയിൻഫീൽഡ് അയ്യപ്പസ്വാമി അമ്പലത്തിലെ കാഴ്ചകളിലേക്ക്. It is with immense devotion and joy that Pranavam hereby presents and Nritya Samarpana, a humble dance offered at the divine feet of Lord Ayyappa. മൂഷികവാഗന മോദക അസ്ത ശ്യാമര കർണ വിളംബിത സൂത്ര വാമന രൂപമഹീശ്വര പുത്ര വിഘ്ന വിനായക പാദ നമസ്തേ വിഘ്ന വിനായക പാദ നമസ്തേ കന്നിമൂല ഗണപതി ഭഗവാനേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പോ, തൊഴുതു ഞാൻ ഒന്നാം തിരുപ്പടി അണഞ്ഞതു മകന്തകൾ നീങ്ങി പവിത്രമായി മമ മനം ഹരിഹര സുതനേ. രണ്ടാം തിരുപ്പടി ദുരിതം തീർക്കാൻ കയറി വരുന്നിത മുക്കണ്ണൻ സുതനേ. മൂന്നാം തിരുപ്പടി തന്നിൽ പേടിയുമോടിയ കന്നിടും കനിവുറും. നാലാം തിരുപ്പടി കേറവെ ഞാൻ എന്ന ഭാവം മറന്നു വരുന്നു. തൊഴുതു ഞാൻ ഒന്നാം തിരുപ്പടി അണഞ്ഞതു മകന്തകൾ നീങ്ങി പവിത്രമായ മമ മനം കരുണതൻ. അഞ്ചാം തിരുപ്പടി കയറിയിൽ മണികണ്ഠൻ നമ്മളിൽ മധുരം നിറച്ചിടും അരുമുഖ സോദരൻ. ആറാം തിരുപ്പടി കേറിയ നിമിഷം കുളിരലയായി വരും. ഏഴാം തിരുപ്പടി കയറി വരുന്ന നിറം നെയ്യിൻ സുഗന്ധം എങ്ങും പരന്നു പരന്നു വരും. എട്ടാം തിരുപ്പടി കേറും നേരമുള്ളില്ല പദയുഗളം നിറഞ്ഞു നിറഞ്ഞു നിൽക്കും വേദത്തിൻ സാരമം. ഒമ്പതാം തിരുപ്പടി വീണു
നമസ്കാരം ചെയ്തു വരുന്നു ഞാൻ. പന്തളരാജന്റെ 10ാം തിരുപ്പടി സങ്കടം തീർക്കുന്നു, മഹിമകൾ വിടരുന്നു 11ാം തിരുപ്പടി. ഭക്തിയോടെ പാടി അടിമതി മുഖം കണ്ടതും വിനകളും അകന്നു പോയി നിറയുന്ന മുഖമോടെ 12ാം തിരുപ്പടി കയറി വരുമ്പോഴൻ കൺകൾ നിറഞ്ഞു പോയി. 13ാം തിരുപ്പടി കയറി വരുമ്പോഴയ്യപ്പൻ സംഗീതം മലയിൽ മുഴങ്ങുന്നു. 14ാം തിരുപ്പടി നമ്മൾ നമ്മെ അറിയുവാൻ തത്വമസി എന്നുള്ള മൊഴിമല കണ്ടു നിജരേ. బని బదని బని బమ బరి దరి 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 బరి బని దరే. 15ാം തിരുപ്പടി കയറും നേരം എൻ പഞ്ചേന്ദ്രിയങ്ങളിൽ ഭക്തി നിറഞ്ഞുപോയി. 16ാം തിരുപ്പടി കേറും നേരം തന്നൻപിന്റെ അമ്പുകളയ്യപ്പൻ പൊഴിഞ്ഞിടും. 17ാം തിരുപ്പടി കയറിടും വേളയിൽ കരിമുഖ സോദര രൂപം തെളിയുന്നു. മുക്തിയുടെ അതിരാകും 18ാം പടിയിൽ തൊഴുകയുമായി നിന്നു ദേവനെ കണി കാണാമയ്യന്നയ്യ നിന്റെ നാമം പാടിടുന്ന ഭക്തനെ മന്ദസ്മിതമോടെ നിന്റെ അരികിൽ നിൽക്കൂ. ശബരിമലയിലും എന്റെ ഈ മനസ്സിലും വാഴുന്നു നിൻ രൂപം മംഗളമാ. സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടുത്തെ മണ്ഡലമാസ ആഘോഷങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഇക്കൊല്ലം നമ്മൾ നമ്മുടെ ഇന്നലെ 16ാം തീയതി ഫസ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ മണ്ഡലകാലത്തിൽ. അപ്പോൾ 41 സ്വാമീസ് രാവിലെ വന്ന് മാലയെ കെട്ടു. അപ്പോൾ 16ാം തീയതി തൊട്ട് മകരവിളക്ക് വരെ ജനുവരി 14 വരെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും പൂജ ഉണ്ടാവും, മണ്ഡല പൂജ ചെയ്യും. അപ്പോൾ നമ്മൾ ഡിവോട്ടീസ്ക്ക് ഒരു ഇങ്ങനെ 1 ഡേ മണ്ഡലം പൂജ സ്പോൺസർ ചെയ്യാം, അല്ലെങ്കിൽ 3 ഡേ വീക്കെൻഡായിട്ട് സ്പോൺസർ ചെയ്യാം. അല്ലെങ്കിൽ വേണമെച്ചാൽ 16ാം തീയതി തൊട്ട് ഡിസംബർ 28 അപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ഡിവോട്ടി. പമ്പാ തീരത്തോരവതാരം കണ്ടേ പമ്പയിലോ മനത്താരാട്ടു കേട്ടേ പന്തള നാട്ടിലെ തൊട്ടിലും കണ്ടേ തൊട്ടിലിൽ പൗർണമിയാടും. ഗ്ലെൻഫീൽഡ് അയ്യപ്പസ്വാമി അമ്പലത്തിലെ മേൽശാന്തി ശ്രീ ശ്യാംകുമാർ ഭട്ടതിരി നമ്മളോടൊപ്പം കൊണ്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. സ്വാമിയേ ശരണമയ്യപ്പ. ഓം ഭൂതനാഥസുധാനൻ സർവഭൂതയാവന രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ നമോ നമഃ. എല്ലാവർക്കും സ്വാമി ശരണം. ഇവിടെ നമ്മൾ 2018 നമ്മൾ അമ്പലം തുടങ്ങുന്നത്. ഇവിടെ സാധാരണ നമ്മൾ സ്ഥലം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ എന്നാൽ പൂജാതി കാര്യങ്ങൾ നമ്മൾ ഇവിടെ സാധാരണ രാവിലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നട തുറക്കുന്നു. വെള്ളി ശനി ഞായർ 3 ദിവസങ്ങളാണ്. പിന്നെ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും നട തുറന്ന് പൂജ കഴിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അഭിഷേകം, മലർനേദ്യം, പിന്നെ പൂജ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡേ ടു ഡേ റിച്വല്. വൈകുന്നേരവും അങ്ങനെ തന്നെ. രാവിലെ അഭിഷേകം രാവിലെ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം പൂജ, ദീപാരാധന, പിന്നെ ഹരിവരാസനം പാടി നടയടയ്ക്കുക. നമസ്കാരമന്ത്രം, ഹരിവരാസനം പാടി നടയടയ്ക്കുക. ഇതാണ് ഇപ്പോഴത്തെ രീതി. ഇവിടെ സ്വാമി ദേവി ജ്ഞാനാനന്ദനിഷ്ഠയുടെ പ്രഭാഷണത്തിൽ വന്നവർക്കെല്ലാം KHNയുടെ പേരിൽ നമ്മൾ വെൽക്കം അറിയിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഈ മൈ നെയിം ഇസ് ഐശ്വര്യ മനോഹരൻ. ഞാൻ ശരിക്കും മെഷിഗനിൽ നിന്നാണ്, പക്ഷെ ഇപ്പൊ വരുന്നത് മിനസോട്ടയിൽ നിന്നാണ്. നമ്മളിന്ന് എല്ലാവരും ചേർന്നിരിക്കുന്നത് ശ്രീ സ്വാമിനി ദേവി നിഷ്ഠാനന്ദഗിരിനെ പരിചയപ്പെടാനും കുറച്ചു നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും വേണ്ടിയാണ്. ദേവി ജഗദംബ ജയ 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 ദേവി ജഗദംബ
മംഗളകാരിണി സംഗതഹാരിണി. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭഗവത്ഗീത, അതിലുപരി ലീഡർഷിപ്പ് ലെസൺസ് ഇൻ ഗീത. ഇന്നത്തെ ജനതയ്ക്ക് അത്യുത്തമമാണ് ഈ മഹത് ഗ്രന്ഥവും ആ ഗ്രന്ഥത്തിലെ ഓരോ ഉപദേശങ്ങളും. ആ പ്രൊഫൈല് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് മാത്രമല്ല, ചെറുപ്പക്കാരിയായ ഒരു സ്വാമിനിയെ ഇതുപോലൊരു വിഷയം അവതരിപ്പിക്കാൻ കിട്ടിയതിൽ കേജനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. എന്തായാലും നമ്മളുടെ ഈ സൂം പ്ലാറ്റ്ഫോമില്, ഇവിടെ ഈ വിർച്വൽ പ്ലാറ്റ്ഫോമില് കൂടിയിരിക്കുന്നവരെല്ലാം മലയാളികളാണ്. മലയാളത്തിന്റെ വശ്യതയും ഹൃദ്യതയും മാധുര്യവും മറ്റൊരു ഭാഷയ്ക്കും ഉണ്ടാവില്ല. എന്നിരുന്നാലും വളർന്നു വരുന്ന തലമുറയ്ക്ക്, സ്റ്റുഡൻസിന് മലയാള ഭാഷയിലെ, സംസ്കൃതത്തിലെ ഏതെങ്കിലുമൊക്കെ പദങ്ങൾ ക്ലേശമെന്ന് തോന്നിയാല് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം ഇംഗ്ലീഷിലും. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അത് ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ പേര്, ഇതിഹാസത്തിന്റെ പേര് രണ്ടും ഒന്നാണ്. നിത്യജീവിതത്തിൽ പ്രാർത്ഥനകളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന തത്വത്തെ ഒരു നൃത്ത ആവിഷ്കാരമായി അവതരിപ്പിക്കുകയാണ് കാലിഫോർണിയയിൽ നിന്നും കവിത മേനോനും മകൻ പാർത്തു. ആണ് MC. നമ്മുടെ അജണ്ടയിലേക്ക് പോകാനായിട്ട് മിനിയെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു. നമസ്കാരം. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വിരാട് 25-ന്റെ അതിമനോഹരമായ ഒരു സുദിനത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ലളിതാംബിക മോളുടെ മനോഹരമായ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാക്കാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫല സാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം ഇതിനെപ്പറ്റി വളരെ വിശദമായി നമ്മളോട് സംസാരിക്കാനും ആധികാരികമായി നമുക്ക് പറഞ്ഞു തരുവാനും നമുക്ക് വളരെ പ്രശസ്തനായ ഒരു ഗസ്റ്റ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനായി ഞാൻ ജയപ്രകാശ് നായരംഗിളിനെ ക്ഷണിക്കുന്നു. ഭക്തജനങ്ങൾ നിയന്ത്രണാതീതമായപ്പോൾ പോലീസിന്റെ മെഗാഫോൺ ഉപയോഗിച്ച് 18-ാം പടിയിൽ ചാടിക്കയറി നിന്നുകൊണ്ട് പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചത് ആരും മറക്കാനിടയില്ല. സംഘപരിവാറിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു അത് എന്ന് വേണം
മനസ്സിലാക്കാൻ പ്രഗതി എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 3 പതിറ്റാണ്ടായി അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുന്നു. രാഷ്ട്ര സേവനത്തിനും ഹിന്ദുക്കളുടെ ഉന്നമനത്തിനും വേണ്ടി വിവാഹം പോലും മറന്ന് മുഴുവൻ സമയ പ്രവർത്തകൻ. നമ്മുടെ ഭാഗ്യമാണ് ഇന്ന് നമുക്ക് ശ്രീ വത്സൻ തില്ലങ്കേരിയെ പോലെ പ്രശസ്തനായ ഒരു വ്യക്തിയെ നമ്മുടെ അതിഥിയായി ലഭിച്ചത്. ഓരോ ദശാബ്ദത്തിലും കേരളത്തിലെ ഹിന്ദുവിന് വരുന്ന ആ ഒരു ച്യുതി കണ്ട് നമ്മൾ വിഷമിക്കുന്നുണ്ട്. പക്ഷേ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള എന്ന് നമുക്കറിയില്ല. ഞങ്ങളെ കൊണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാവുന്നതൊക്കെ നമ്മൾ സഹായിക്കുകയൊക്കെ ചെയ്യും. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ വി റിയലി ഡോണ്ട് നോ ദ ഡീപ് സ്റ്റേറ്റ് ഓഫ് കേരള. അവിടെ ഭരണ സംവിധാനം അല്ലാത്ത ഒരു ഭരണ സംവിധാനം നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിനുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തെ ഒന്ന് അവെയർ ആക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് കൊണ്ടാണ് കേരള ഡീപ് സ്റ്റേറ്റ് എന്നുള്ള വിഷയം മാഷോട് സംസാരിക്കാൻ പറഞ്ഞത്. വി ആർ ഈഗർലി വെയിറ്റിംഗ് ടു ലിസൺ ടു യു. താങ്ക് യു സോ മച്ച്. അതിൽ ഏറ്റവും പ്രകടിതമായി രാഷ്ട്രഗാത്രത്തെ ഗ്രസിക്കുന്ന വലിയ അപകടകരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് കേരളമാണ്, മറ്റൊന്ന് കാശ്മീരാണ്. ബംഗാളും അത്തരം ഒരു നിർണായകമായ ഗുരുതരമായ സാഹചര്യത്തിലാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കാശ്മീരിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിർത്തി സംസ്ഥാനമാണ്. രാജ്യത്തിനകത്തേക്ക് കടന്നു വന്ന് ഭീകരവാദികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ നിഷ്കരുണമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളുമെല്ലാം അത് കഴിഞ്ഞ കുറച്ച് വർഷത്തെ സർക്കാരിന്റെ വളരെ ആസൂത്രിതമായ നിർണായകമായ ഇടപെടലിലൂടെ 370-ാം വകുപ്പ് എടുത്തുകളയിൽ ഉൾപ്പെടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി അർപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ ഉടനീളം നടന്ന നവരാത്രി പരിപാടികളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. താമസിയാതെ തന്നെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രയറോട് കൂടിയാണ്. ബോധരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്നവർണം തഥാസ്തമം. പിന്നെ വെൽക്കം പറയുന്നതിനായി കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സുരേഷ് നായരെ ക്ഷണിച്ചോളും. പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഇന്നിപ്പം ഈ സൂം മീറ്റിംഗിൽ ഇവിടെ കൂടിയിരിക്കുന്ന കെ ചെന്നൈയുടെ കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ജിതേഷ് അങ്ങേ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു ടോക്കിന് ക്ഷണിക്കണം എന്നോട് പറഞ്ഞപ്പം സത്യത്തിലൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു അങ്ങയുടെ പ്രൊഫൈലൊക്കെ കണ്ടപ്പം. കാരണം നോക്കുമ്പോൾ ഒരു സിനിമ ഡയറക്ടർ, സിനിമ എഴുത്തുകാരൻ, അങ്ങനെയൊക്കെ ഉള്ള ഒരാള് ഇത്തരം പ്രഭാഷണങ്ങൾ ചെയ്യുന്നു, ഒരു ബിസിനസ് മാൻ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഇൻട്രോ ആണ് എനിക്ക് കിട്ടിയത്. ഒട്ടും മനസ്സിലാക്കാതെ അതിനെ എടുത്ത് എന്താ പറയുക, എവിടെയും ഒരു ബ്രാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന. ഇപ്പോൾ സിനു മാഡം പറഞ്ഞല്ലോ, ഞാൻ അഡ്വർടൈസിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിത് ഏറ്റവും കൂടെ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ്, വേദത്തിനെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി അനവധി വർഷത്തെ പ്രവാസ ജീവിതം എനിക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, നമ്മൾ ഈ പ്രവാസി കമ്മ്യൂണിറ്റിക്കാണ് ഇതൊക്കെ പഠിക്കാനുള്ള താല്പര്യം. വാസ്തവം കെ ചെന്നൈയുടെ പുതിയ വിശേഷങ്ങളുമായി
പുതിയൊരു എപ്പിസോഡിൽ പിന്നെയും കാണാം. നന്ദി, നമസ്കാരം.